ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊക്കെ കണ്ടതിന് ശേഷം നേരെ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞ് ഞാൻ 1-2 ചപ്പാത്തിയൊക്കെ ചൂടാക്കി എടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കടുപ്പത്തിന് മസാല കോഫിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയില്ലേ, അതാണ്. അത് സാധാ മുട്ടക്കറിയുടെ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കും 1-2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി റെഡിയാവും. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് റെഡിയാക്കുകയാണ്. ആദ്യം തന്നെ പനം കൽക്കണ്ടം ഉരുക്കിയെടുത്തു. ഇന്ന് റാഗിയാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റാഗിയിലേക്ക് കുറച്ച് നട്ട്സ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. റാഗി മാത്രമായിട്ട് ഇടുമ്പോൾ അവന് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് നട്ട്സ് പൗഡറോ അല്ലെങ്കിൽ ഞാൻ ബദാം അതിൻ്റെ കൂടെ കുതിർത്തരയ്ക്കും. ബദാം, ഡേറ്റ്സ് അതൊക്കെ അരയ്ക്കും. അല്ലെങ്കിൽ തന്നെ കുടിക്കൂല. അപ്പോൾ ഇതൊക്കെ ഇടണമെങ്കിൽ കുറച്ചെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഓരോ ദിവസവും മാറ്റി മാറ്റിയാണ് കൊടുക്കാറ്. ഏത്തക്കാപ്പൊടിയുടെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും, അമൃതം പൊടി, അതുപോലെ തന്നെ സെർലാക്ക് എല്ലാം കൊടുക്കാറുണ്ട്. കുടിക്കാറില്ലെങ്കിലും എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് അവനെ എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് അവന് ഇഷ്ടവുമാണ്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ചോറും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള കാര്യം എന്ന് പറയുന്നത്. വാ തുറക്കത്തേയില്ല. മുറ്റത്ത് കൊണ്ടുകിടന്ന് കാക്കയും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് എന്നും കുറുക്ക് കൊടുക്കാറ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കുടിച്ചാ വേറെ കുടിച്ചില്ലേ? ആ ചെടിയിലെ ഇല വായിൽ വയ്ക്കേ. അയ്യോ, ചെടി പൊടിച്ചാ? അയ്യോ, കിട്ടും. മാമ്പരിയെന്ന് കിട്ടും. ഞാൻ നട്ടു വയ്ക്കണം വേറെ സ്ഥലത്ത്. ഭയങ്കര മഴ വെളിയിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് കുറുക്കൊക്കെ കുടിച്ചതിന് ശേഷം അകത്ത് വന്നിരുന്ന് കളിക്കുകയാണ്. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ച് കുളിപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ അവൻ ഉറങ്ങാറായപ്പോഴത്തേക്കും എടുത്ത് തൊട്ടിലിട്ടു. പക്ഷെ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും തൊട്ടിലിട്ട സ്ഥിതിക്ക് 2 ആട്ടം ആട്ടി നോക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങുവാണേലും ഉറങ്ങട്ടെ. അങ്ങനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അമ്മ 2 കവർ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയും പാം ഓയിലും ആണിത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 400 രൂപയായി എന്ന് പറയുന്നത് കേട്ടു. വെളിച്ചെണ്ണ മാത്രമല്ല, എല്ലാ സാധനത്തിനും വില കൂട്ടിയിട്ടുണ്ട്. തിരിച്ച് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മ തൊട്ടിൽ ആട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എരിശ്ശേരിക്കുള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിൽ കപ്പ, ചേമ്പ്, മത്തങ്ങ, പയർ, അതുപോലെ തന്നെ വാഴയ്ക്ക എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അരപ്പും കൂടെ എടുത്തിട്ട് ഇളക്കി. അരപ്പിൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് അരപ്പ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി കടു വറുത്തിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് അത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആ കറിയിലേക്ക് ചേരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മറ്റേ അയ്യപ്പ കഞ്ഞിയുടെ ആ ഒരു കറിയുടെ അതേ ടേസ്റ്റ് ആയിരുന്നു ഈ കറിക്ക്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നിന്ന സമയത്ത് അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇളം ചൂടാക്കിയ വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടിരുത്തിയപ്പോഴത്തേക്കും ഇവിടെ ഉള്ളൊരു പൂച്ച അവിടെ വന്നിരുന്നു. നമ്മൾ വളർത്തണ പൂച്ചയൊന്നും അല്ല അത്. പക്ഷേ 2-3 വർഷമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ചോറൊക്കെ കൊടുക്കും വരുമ്പോഴത്തേക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പൂച്ചയെ. അതാണ് അവിടെ ഇരുത്തിയേക്കുന്നത്. ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവനൊരു പൊട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒന്നിനും സമ്മതിക്കത്തില്ല. കുളി കഴിഞ്ഞാൽ അപ്പോഴേ അവൻ ഉറങ്ങാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർബന്ധമൊക്കെ ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നല്ല ഉറക്കം വന്നതിന് ശേഷം മാത്രമേ ഞാൻ തൊട്ടിലിൽ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ ആട്ടേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ കുളിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം 1 മണിക്കൂറത്തേക്ക് വലിയ സീൻ ഉണ്ടാകത്തില്ല, അങ്ങ് ഉറങ്ങിക്കോളും. കൊതുകിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ പകലും ഞാനിപ്പോൾ നെറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജനലൊക്കെ ഒന്ന് ചാരി. രാവിലെ അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ഉറക്കുക എന്നുള്ളത് വരെ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാറുള്ളത്. അത്രയും കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ വിശക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു പഴം എടുത്ത് കഴിച്ചു. ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തെങ്ങ് മുറിച്ചപ്പോൾ കിട്ടിയ തെങ്ങിൻ്റെ മണ്ടയാണ്. അത് നല്ലതാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഞാനിന്ന് മീൻകറി വെക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയ മീനായതുകൊണ്ട് തന്നെ എനിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പാടാണ്. പ്രത്യേകിച്ച് ഈ തൊലി വിരിച്ച് കളയുന്ന ഈ വങ്കടം മീൻ പോലത്തെ വലുതൊന്നും എനിക്ക് കണ്ടിക്കാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പോൾ അമ്മ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെട്ടി കാണിച്ചു തരുന്നത്. അതിൻ്റെ സൈഡ് ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും. അമ്മ അത് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അമ്മ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി തന്നപ്പോഴത്തേക്കും ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉലുവ എല്ലാം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കുരുമുളക് എല്ലാം കൂടി ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇന്ന് ഞാൻ മറ്റേ പുളിയും മുളകും ഇല്ലേ അതാണ് വെക്കുന്നത്. അപ്പോൾ ഈ മീൻ നമ്മൾ സാധാരണ വറുത്തരച്ചിട്ടൊക്കെയാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ മുളക് കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ തിളച്ചതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഒരുപാട് നേരം തിളയ്ക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം കുറച്ച് ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെന്തതിന് ശേഷം നമുക്കിത് ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാം ഉപ്പും എല്ലാം നോക്കിയിട്ട് വേണം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്ക് 2 കത്തിരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണ ഒഴിച്ചതിലേക്ക് ആദ്യം തന്നെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഓയിലിൽ നമുക്ക് കത്തിരിക്കയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ കറി റെഡിയാവും. അങ്ങനെ പപ്പടം എല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല എല്ലാം കൂടെ പുരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. പപ്പടം, വഴുതനങ്ങ ഫ്രൈ, എരിശ്ശേരി, മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മീൻ ഇങ്ങനെ വെച്ചപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കുന്നത്, പക്ഷേ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ചോറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ചെന്നപ്പോഴത്തേക്കും തൊട്ടിൽ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ഉണർന്ന് കിടക്കുകയാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ഉണർന്നാലും കരയത്തൊന്നുമില്ല, അങ്ങ് കിടക്കും, കുറേ നേരം ഉണർന്നങ്ങ് കിടക്കും. പിന്നെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഉണർന്ന് കാണുന്നത്. അവൻ ചിരിക്കുകയാണ് ഗൈസ്, വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ കിടന്ന് കളിക്കും. ഇപ്പോൾ എന്ത് സാധനം കിട്ടിയാലും അതിനെ ഉടനെ എടുത്ത് താഴെ ഇട്ടിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോക്കാണ്. ഇപ്പം മുട്ടിലെഴഞ്ഞ് നടക്കും, പിടിച്ചൊക്കെ നിൽക്കാറായി. കണ്ടില്ലേ, ഏതോ ഒരു സാധനം എടുത്ത് താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. കുറച്ച് സമയം കളിക്കുമ്പോഴത്തേക്കും അവന് ചെറിയ വിശപ്പൊക്കെ വന്നു തുടങ്ങും. അപ്പോഴേ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോയി. അപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എങ്ങനെയെങ്കിലും മഴയൊക്കെ കാണിച്ചാണ് ഫുഡ് കൊടുക്കാൻ നോക്കുന്നത്. കണ്ടില്ലേ, ഇത് തന്നെ പരിപാടി, എപ്പോഴും ഇത് തന്നെ. നമ്മൾ ഉണ്ടാക്കും ഫുഡ്, പിന്നെ ബാക്കി ഞാൻ കഴിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ 2-3 കരണ്ടി കുടിക്കും. അധികം നിർബന്ധിക്കാറില്ല, അവനാവശ്യമുള്ളത് കുടിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ അമ്മേരെ കൊടുത്തു, ഒരു രക്ഷയില്ല. അങ്ങനെ അമ്മ കുറച്ച് നേരം കൊണ്ടുകിടന്നൊക്കെ 2 കരണ്ടി എങ്ങനെയെങ്കിലും കുടിച്ചിട്ട് അകത്ത് കയറി വന്നു. എന്നിട്ട് കളിക്കുകയാണ്. ഇപ്പോൾ ചെപ്പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്വന്തമായിട്ട് ചെപ്പോട്ടിക്കോളും. അങ്ങനെ അമ്മയും അവനും കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ഇനി ഇപ്പോഴൊന്നും ഉറങ്ങത്തില്ല, ഇനി രാത്രിയാവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. എന്നും ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്കാറുണ്ട്. അപ്പോൾ കിടന്നപ്പോഴത്തേക്ക് ഇന്ന് അവനും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കിടന്നപ്പോൾ അവൻ കൂടെ അവിടെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം അവിടെ അടങ്ങി കിടന്നു. അപ്പോൾ ഇങ്ങനെ അടങ്ങി കിടക്കാറില്ല, അപ്പോൾ അപൂർവമായിട്ടുള്ള നിമിഷങ്ങളാണിത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാറായി. അങ്ങനെ ചായയും അവിൽ നനച്ചതുമായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും കുളിച്ചു, അവനെയും കുളിപ്പിച്ചു, ഒക്കെ റെഡിയായി. സന്ധ്യയ്ക്ക് ഇപ്പോൾ വീണ്ടും അതുപോലെ അവൻ കുറച്ച് നേരം മടിയിലൊക്കെ വന്ന് കിടന്നു. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാനായിട്ട് പോയപ്പോഴത്തേക്കും അവൻ കട്ടിലിരുന്ന് കളിക്കുകയായിരുന്നു. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്
വൈകുന്നേരം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് സമയമായിരുന്നു. അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി ഫ്രഷ് ആക്കിയതിന് ശേഷം അവനെ തൊട്ടിലിട്ടാണ് ഉറക്കുന്നത്. അപ്പോൾ തൊട്ടിലിൽ കിടത്താറില്ല. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം എടുത്ത് കട്ടിലിൽ കിടത്തും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.